മരണമരുന്നായ ചുമമരുന്നിന്റെ വാർത്ത ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. സംഭവത്തിൽ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് 14 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ സർക്കാർ ഡോക്ടറായ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരുന്ന് നിർമ്മിച്ച തമിഴ്നാട്ടിലെ കമ്പനിക്കെതിരെയും പോലീസ് കേസെടുത്തു. മധ്യപ്രദേശിൽ കുട്ടികൾക്ക് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ നിയമവിരുദ്ധമായി മരുന്ന് നൽകിയതിന് ഡോക്ടർ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കോൾഡ് ഡ്രിപ്പ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസെൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസെടുത്തു. മരുന്നിന്റെ സാമ്പിളുകളിൽ 48.6% ഡയത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കും. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. തെലുങ്കാനയിൽ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മരുന്നിൽ ദോഷകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.